ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ഫോർ യുവിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് എന്തൊക്കെ പെറ്റ്സ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് നോക്കിയാലോ. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പെറ്റ്സ് സെയിൽ ചെയ്യാണ്ട് ചെയ്താൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് മാത്രം മതിട്ടാ. പിന്നെ നിങ്ങൾ വീഡിയോസ് അയക്കുമ്പോൾ ഏകദേശം 30 സെക്കൻഡ് വീഡിയോസിലും അയക്കാൻ ശ്രമിക്കുക. നമ്മളിത് എല്ലാ വീഡിയോസിലും പറയാൻ കാരണം ചിലപ്പോൾ ഇന്നലെ കണ്ടവരായിരിക്കില്ല ഇന്ന് കാണുക നമ്മുടെ വീഡിയോസ് ഇട്ടാ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത്. അതുപോലെ തന്നെ ഓരോ വീഡിയോയിലും ഇപ്പോൾ നമ്മൾ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഓണേഴ്സിൻ്റെ അതായത് പെറ്റ്സിൻ്റെ ഓണേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതനുസരിച്ചാണ് നിങ്ങൾ വിളിച്ച് ചോദിക്കാനും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് സെയിലിനായിട്ട് വന്നത് ഒരു അടിപൊളി പേർഷ്യൻ കാറ്റാണ് നമുക്ക് സെയിലിനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ റഷ്യൻ ബ്ലൂ ആണ്. ഇപ്പോൾ മെയിൽ കാറ്റാണ് നമുക്ക് സെയിലിനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ പ്രായം നോക്കുകയാണെങ്കിൽ 2 മാസമാണ് പ്രായം വരുന്നത്. 4000 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് എറണാകുളമാണ്. സ്ഥലം വരുന്നത് വാക്സിനേഷൻ ഒക്കെ കംപ്ലീറ്റ് ആണ് കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ കാരണമൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. വിളിച്ച് ചോദിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള കുറച്ചധികം ഫിഷോളാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള നമ്മുടെ ജയൻറ്റ് ഗൗരാമയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഈ ഒരു ഗൗരാമയ്ക്ക് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഓരോ കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഓസ്കാറാണ്. യെല്ലോ ഓസ്കാറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെയറിന് 550 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ആക്റ്റീവായിട്ട് നല്ല അടിപൊളി ഓസ്കാറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ട്. അപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. കൊറിയറും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നത് ഏതാണെന്ന് നോക്കിയാൽ നമ്മുടെ ഏഞ്ചലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നത് കേട്ടോ. അതും ബ്രീഡിങ് പെയറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നത്. ഇത് തന്നെ ബ്രീഡിങ് പെയറുണ്ട്. ബ്രീഡിങ് സൈസ് എത്തിയ എല്ലാ ഏഞ്ചൽസും ഉണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെയറിന് 90 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല റേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. പെയറിന് 190 രൂപ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത് അരോണയാണ് കേട്ടോ. അപ്പോൾ അരോണ ഏത് വെറൈറ്റി ആണെന്ന് നോക്കുമ്പോൾ സിൽവർ അരോണയാണ്. അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 950 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കൊറിയറുടെ കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഓസ്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓസ്കാർ ഏതാണെന്ന് നോക്കുമ്പോൾ ടൈഗർ ഓസ്കാറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള. അപ്പോൾ ഈ ഓസ്കാറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 370 രൂപയാണ് പേരിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നേരിട്ട് തന്നെ ചോദിച്ച് അറിയാവുന്നതാണ്. സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ബേഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റി ബേഡ്സ് ആണെന്നൊക്കെ നമ്മുടെ ഡയമണ്ട് ഡോവ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത്. നല്ല രീതിയിൽ കുട്ടികളൊക്കെ നോക്കുക. അതുപോലെ പെട്ടെന്ന് എഗ്ഗൊക്കെ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ള ഒരു ബേഡ്സ് ആണ് ഈ ഡയമണ്ട് ഡോവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൺഫേം ബ്രീഡിംഗ് പെയറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 2000 രൂപയാണ് ഈ ഒരു കൺഫേം ബ്രീഡിംഗ് പെയറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് ഷൊർണൂരാണ്. സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് നേരിട്ട് തന്നെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഒരു അടിപൊളി ആടാണ്. അപ്പോൾ നല്ല സൈസുള്ള ഒരു ഹെവി ആടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറമാണ്. സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഓണർ പേര് അജീഷ് എന്നാണ്. സ്ഥലം വരുന്നത് മലപ്പുറം എടക്കരയാണ് സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആടിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 15000 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഒരുപാട് പ്രാവുകളാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ സെയിലിനായിട്ടുള്ള പ്രാവുകളാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെർ പീസിന് 200 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്നത് കേട്ടോ. പറവയാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂർ കുന്നംകുളമാണ് സ്ഥലം വരുന്നത്. കൂടാതെ അതിൽ വേറെ വെറൈറ്റി പ്രാവുകളൊക്കെ സെയിലിനായിട്ടുണ്ട്. ഫാൻറ്റയിലൊക്കെ ഉണ്ട്. ബ്രീഡിംഗ് പെയറൊക്കെ സെയിലിനായിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള ഗപ്പീസാണ് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റി ഗപ്പീസാന്ന് നോക്കിയാൽ നമ്മുടെ മെറ്റൽ ലൈസ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അത് നല്ല അഡൽട്ട് പ്രായത്തിൽ ഗപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെയറിന് 150 രൂപയാണ് കേട്ടോ. അപ്പോൾ ഓണറുടെ പേര് അഭിരാഗ് എന്നാണ് ഓണറുടെ പേര് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ്. സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നേരിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് വന്ന പെറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.